തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഒരു കുടുംബത്തിന്റെ ഏറ്റവും നെടുന്തൂണാണ് ഉത്തമയായ ഒരു ഭാര്യ. സ്ത്രീ ഭവനത്തിന്റെ വിളക്കാണ്. സ്ത്രീ ഇല്ലാത്ത വീട് എപ്പോഴും അലങ്കോലപ്പെട്ട് കിടക്കും. ശലോമോൻ തന്റെ സദൃശവാക്യങ്ങളിലൂടെ സ്ത്രീയുടെ മഹത്വം വരച്ചു കാട്ടിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 12:4 സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് കിരീടമെന്നും 18:22 ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്നും സദൃശവാക്യങ്ങൾ 31:10 മുതൽ 31 വരെയുള്ള ഭാഗത്ത് സാമർഥ്യമുള്ള ഭാര്യയുടെ ഗുണഗണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നതായും കാണാം. അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറുമെന്നാണ്. ഒരു വ്യക്തിയെ ഉന്നതനോ താണവനോ ആക്കുവാൻ ഒരു സ്ത്രീയുടെ കരം അവന്റെ പിറകിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. 128-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാണ് എന്നാണ്. ഉത്തമയായ ഒരു ഭാര്യയിൽ ഉണ്ടായിരിക്കേണ്ട അനേക ഗുണഗണങ്ങളിൽ 5 മാത്രം നമുക്ക് ചിന്തിക്കാം. 1. വീടിന്റെ വൃത്തി. അടുക്കും ചിട്ടയുമായി വീടിന്റെ എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ ഒരു സ്ത്രീക്ക് സാധിക്കണം. പുരുഷൻ എത്ര പരിശ്രമിച്ചാലും വിജയിക്കാത്ത ഒരു മേഖലയാണ് വീട്. മക്കൾക്കും ഭർത്താവിനും വേണ്ടി നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ഹൃദയം കവരുവാനുള്ള ഒരു പ്രധാന മാർഗമാണ്. അഭ്യസ്തര വിദ്യരായ സ്ത്രീകൾ പോലും നന്നായി അഭ്യസിക്കേണ്ട ഒരു മേഖലയാണ് ഹോം മാനേജ്മെന്റ്. സ്ത്രീകൾക്ക് ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ പുരുഷന് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. 2. സ്വന്തം കൈനേട്ടം കൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നവൾ. ഒരു സ്ത്രീ ആരോഗ്യമുള്ളിടത്തോളം അധ്വാനശീലയായിരിക്കണം. ഏത് സാഹചര്യത്തിലാണോ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ മനസ്സുള്ളവളായിരിക്കണം. ഏത് ജോലിയും മഹത്വകരമാണെന്ന് മനസ്സിലാക്കണം. 3. രാത്രിയിലും വിളക്കണയ്ക്കാത്തവൾ. സദൃശവാക്യങ്ങൾ 31:18 പറയുന്നു, ഭർത്താവ് മക്കൾ ഉറങ്ങുമ്പോൾ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വഴിതെറ്റിപ്പോയ അഗസ്തീനോസിനു വേണ്ടി 30 വർഷം വിളക്കണയ്ക്കാതെ ഭക്ഷണവും വിളമ്പി വെച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന മോനിക്ക തന്റെ മകനെ പിന്മാറ്റത്തിൽ നിന്ന് നേടിയെടുത്തതായി കാണാം. 4. വായ് തുറന്നാൽ നല്ലതേ പറയാവൂ. മറ്റുള്ളവർക്ക് നല്ല ഉപദേശം കൊടുക്കണം. അവരുടെ കുറ്റങ്ങളും കുറവുകളും പ്രസിദ്ധമാക്കരുത്. അത് തിരിഞ്ഞ് നമ്മിൽ തന്നെ എത്തും. സഭാപ്രസംഗി 10:20 പറയുന്നു, നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി അത് കൊണ്ടുപോകുവാനും പറവജാതി അത് പ്രസിദ്ധമാക്കാനും മതി. 5. ഉള്ളതിന്റെ ഓഹരി പാവങ്ങളുമായി പങ്കുവെക്കുക. പണ്ട് നമ്മുടെ അമ്മച്ചിമാർ പിടിയേരി നുള്ളിയിട്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല എങ്കിലും എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് 41-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു. ഇങ്ങനെ വീട്ടിനു വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീ പ്രശംസാപാത്രമായി തീരും. അതിന് നമ്മെ എല്ലാവരെയും ദൈവസംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.